അധ്യായം 7 ആസനങ്ങൾ. ഇതിനകം സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളിൽ സാധാരണയായി പ്രസിദ്ധീകരിക്കാത്ത ചില രഹസ്യ യോഗാഭ്യാസങ്ങൾ വെളിപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം. പതഞ്ജലിയുടെ സലി യോഗസൂത്രം, സ്വാത്മരം യോഗിയുടെ ഹഠയോഗ പ്രദീപിക തുടങ്ങിയ ആധികാരിക ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലോ മറ്റു ഭാഷാ വിവർത്തനങ്ങളിലോ പതിക്കുന്നത് ഉചിതമാണ്. അതുപോലെ പരിചയസമ്പന്നനായ ഒരു ഗുരു ആവശ്യമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. 2. എന്നിരുന്നാലും ചില ആസനങ്ങൾ പ്രധാനമായും ഇരിക്കുമ്പോൾ പരിശീലിക്കുന്നത് ഉചിതമായതിനാൽ ചില ആസനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ ഞാൻ താഴെ പരാമർശിക്കും. പദ്മാസനം. ഓരോ കാലും മറ്റൊന്നിനടിയിൽ ഉറപ്പിച്ചുവയ്ക്കുക. പാദങ്ങളുടെ അടിഭാഗം പൂർണ്ണമായും മുകളിലേക്ക് തിരിക്കുക. നിങ്ങളുടെ കൈകൾ പരസ്പരം മുകളിൽ വയ്ക്കുക. കൈപ്പത്തികൾ മുകളിലേക്ക് അഭിമുഖമായി വയ്ക്കുക. അവയെ നിങ്ങളുടെ പാദങ്ങളുടെ മധ്യത്തിൽ വയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ മൂക്കിന്റെ അഗ്രം നോക്കുക. നിങ്ങളുടെ നാവ് നിങ്ങളുടെ മുകളിലെ മുൻപല്ലുകളുടെ വേരിൽ വയ്ക്കുക. നിങ്ങളുടെ മൂക്കിന്റെ പാലം നിങ്ങളുടെ നെഞ്ചിൽ അമർത്തുക. പതുക്കെ വായുവിലേക്ക് വലിക്കുക. ഈ പദ്മാസനം എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. ആർക്കും അത് എളുപ്പത്തിൽ നേടാൻ കഴിയില്ല. ജ്ഞാനികൾക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. ഈ ആസനം പതിവായി പരിശീലിക്കുക. ശരീരത്തിന്റെ മുകൾ ഭാഗം മുകളിലേക്ക് വലിക്കുക. ശരീരത്തിന്റെ താഴത്തെ ഭാഗം വളയ്ക്കുക. അതേസമയം മൗത്ത് പീസ് അടച്ച് ശ്വാസം പിടിക്കുക. ലേഖകൻ നൽകിയ രണ്ടാമത്തെ ചിത്രം കാണുക. 3. ആസനം അല്ലെങ്കിൽ യോഗമുദ്ര എന്നറിയപ്പെടുന്ന മറ്റൊരാസനത്തെ വിപരീതകരണി എന്നു വിളിക്കുന്നു. അതിന്റെ നിയമങ്ങളും പ്രകൃതിയിലെ വ്യത്യാസങ്ങളും ചുവടെ പരാമർശിച്ചിരിക്കുന്നു. വിപരീതകരണി. മൂലശ്ലോകം. വിപരീതകരണി എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്നു. ഇത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നയാളിൽ ജഠാരാഗ്നി വർദ്ധിക്കും. അതിനാൽ അഭിലാഷി ശരിയായ ഭക്ഷണം തയ്യാറാക്കണം. അല്ലെങ്കിൽ ശരീരത്തിന് ഭക്ഷണക്കുറവ് അനുഭവപ്പെടാം. കാലുകൾ ഉയർത്തിപ്പിടിച്ച് തല താഴ്ത്തി വയ്ക്കണം. ഈ ആസനത്തിൽ ചിലവഴിക്കുന്ന സമയം ദിവസവും വർദ്ധിപ്പിക്കണം. ചുളിവുകൾ, വെളുത്ത രോമങ്ങൾ, വാർദ്ധക്യത്തിന്റെ മറ്റു ലക്ഷണങ്ങൾ എന്നിവ 6 മാസത്തിനുള്ളിൽ അപ്രത്യക്ഷമാകും. 3 മണിക്കൂറിനുള്ളിൽ ഈ ആസനത്തിൽ ഇരിക്കുന്നയാൾ യമനെ ജയിക്കുന്നു. 24 മണിക്കൂർ. 4. 2 പ്രാക്രിയകൾ ഉപയോഗിച്ച് ഈ ആസനം ചെയ്യാം. അതായത് 1. സർവാംഗാസനം. തല താഴ്ത്തി 2 കൈകൾ അരയിൽ വച്ച് കൈകൾ അരയിൽ വച്ചും ഇത് ശരീരത്തെ ഉയർത്തുന്നു. കപാല ആസനം അല്ലെങ്കിൽ കപാലാസനം. വിരലുകൾ മടക്കി തല ഒരു താങ്ങായി വച്ചും തലയുടെ മുകൾ ഭാഗവും കൈമുട്ടുകളും ശരീരത്തെ താങ്ങി നിർത്തുന്നു. ഈ ആസനത്തിനായി 5 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 3. അഞ്ചാമത്തെ ചിത്രം രചയിതാവിന്റെ മക്കൾ നൽകിയത് 3. 4. ആറാമത്തെ ചിത്രം 7ാമത്തെ ചിത്രവും രചയിതാവ് നൽകിയത്. കപാലാസനം ചെയ്യുന്നവർ അരയൻ മൂലയിൽ ആസനം സ്ഥാപിച്ചുകൊണ്ട് അത് ചെയ്യണം. ഈ ക്രമീകരണത്തിൽ ഞാൻ വീണാൽ, പുറം വീണാലും ഭിത്തി എന്നെ താങ്ങും. സ്തംഭം വീണാൽ കാലുകൾ ഭൂമിയിൽ സ്പർശിച്ച് എന്നെ താങ്ങും. 5. 30 വർഷത്തിലേറെയായി ഞാൻ ഈ ധ്യാനം പഠിപ്പിക്കുന്നു. 1928-ൽ ഞാൻ ഈ ധ്യാനം ആരംഭിച്ച് ഏകദേശം 15 വർഷത്തിനുശേഷം എനിക്കൊരു സംഭവം സംഭവിച്ചു. ആ സമയത്ത് ഞാൻ ന്യൂഡൽഹിയിലായിരുന്നു. ഒരു ദിവസം എന്റെ സുഹൃത്ത് പരേതനായ രാമചന്ദ്രറാവു ദാബീറിൽ നിന്ന് തഞ്ചാവൂരിൽ നിന്ന് ഒരു കത്ത് വന്നു. എന്റെ യോഗാഭ്യാസത്തെക്കുറിച്ച് ദാബീറിന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. ഞാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയില്ലായിരുന്നു. അദ്ദേഹം ഒരിക്കലും ന്യൂഡൽഹിയിൽ പോയിട്ടില്ല. അദ്ദേഹം തന്റെ സുഖം ദർശനത്തിൽ കണ്ടതുപോലെ എഴുതി. ന്യൂഡൽഹിയിൽ എന്റെ ഭാര്യയും കുട്ടിയും കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഞാൻ അടുത്ത വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ ധ്യാനിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്റെ ആസനത്തിൽ നിന്ന് ഉണർന്നു. ഒരു കുട്ടി എന്റെ പേര് വിളിക്കുന്നതുപോലെ തോന്നി. അപ്പോൾ 35 വർഷം മുൻപ് അന്തരിച്ച ഒരു യോഗിയുടെ രൂപം ഞാൻ കണ്ടു. അദ്ദേഹം ദാബീറിനോട് പറഞ്ഞു, നിങ്ങളുടെ സമയമായി നിങ്ങളുടെ കർത്തവ്യം നിറവേറ്റുക. കുമാര, എനിക്ക് നിങ്ങളുടെ ആത്മീയ ചിന്താഗതിയും അതിന്റെ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. സുഹൃത്ത് നൽകുന്ന ആസനത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കാൻ കാൽവിരലിന്റെ അടിഭാഗം മുതൽ പെരുവിരലിന്റെ അറ്റം വരെ ഓരോ കാലും മാറി മാറി തിരുമാൻ നിർദ്ദേശിക്കുക. എന്റെ ആസനത്തിന്റെ വിശദാംശങ്ങളൊന്നും അധ്യാപകൻ അറിയാത്തതിനാൽ അദ്ദേഹത്തിന് ഈ നിർദ്ദേശം മനസ്സിലായില്ല. പക്ഷെ ഞങ്ങളുടെ കിടക്കയും വശവും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെയായിരുന്നു. ഞാൻ കുട്ടിയെയും വിളിച്ചിരിക്കാം. എനിക്കത് ഓർമ്മയില്ല. ആ നിർദ്ദേശം ലഭിച്ചതു മുതൽ
ഞാൻ വിപരീതകരണിയിൽ ഈ രീതിയിൽ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നട്ടെല്ലിന്റെ അടിഭാഗത്തുനിന്ന് തലയിലേക്ക് ഓടുന്ന നീണ്ട നാഡികൾ നാഡീപ്രവാഹത്താൽ ഉത്തേജിപ്പിക്കപ്പെടുന്നതായി തോന്നുന്നു. മുകളിലെ രാജ്യത്തിന്റെ ശരീരഘടനയെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിനും ചലനം നൽകുന്ന നാഡിയുടെ ആരംഭ പോയിന്റ് അവർ കണ്ടെത്തി. പെരുവിരലുകൾ ചലിപ്പിക്കുന്ന കരടിസ്പന്ദനം തലയുടെ മുകൾ ഭാഗത്തുള്ള തലച്ചോറിന്റെ തണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ സർവാംഗാസനത്തിന്റെ പ്രാഗൃഹ്യത്തിൽ പാദങ്ങൾ തിരുമ്മുമ്പോൾ രക്തപ്രവാഹവും നാഡീപ്രേരണകളും കാരണം മുകളിലെ സ്ഥാനങ്ങൾ അന്വേഷകന് ഗുണം ചെയ്യുമെന്ന് വ്യക്തമാണ്. ഞാൻ കണ്ടിട്ടുള്ള യോഗാ പുസ്തകങ്ങളിലൊന്നും ഈ പ്രാഗൃഹ്യം നൽകിയിട്ടില്ലാത്തതിനാൽ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കേണ്ടത് എന്റെ സന്തോഷകരമായ കടമയായി മാറിയിരിക്കുന്നു. ചിലർ ഈ വിപരീത ആസനത്തെ നീചന്മാർ നടത്തുന്ന ഒരു ഹഠയോഗമായി കണക്കാക്കാം. എന്നിരുന്നാലും ഉയർന്ന രാജ്യങ്ങളിലെ ശാരീരിക പരിശീലന വിദഗ്ധർ അവരുടെ ഡ്രിൽ വ്യായാമങ്ങളിൽ സർവാംഗാസനം ഉൾപ്പെടുത്തുന്നു. അല്പം അമിതഭാരമുള്ളവരുടെയും ഇടുങ്ങിയ അരക്കെട്ടുള്ളവരുടെയും ആരോഗ്യത്തിനായി ഈ ആസനം അവർ നിർദ്ദേശിക്കുന്നു. മലം കളയാൻ കഴിയാത്ത പ്രശ്നവുമായി മല്ലിടുന്നവർക്ക് ഈ വിപരീതകരണി വളരെ ഉപയോഗപ്രദമാണെന്നതൊരു അനുഭവമാണ്. പാശ്ചാത്യ നാടകങ്ങളിൽ പല സ്ത്രീകളും പുരുഷന്മാരും മുൻകാലങ്ങളിൽ സർവാംഗാസനത്തിന് സമാനമായൊരു മനോഹരമായ വ്യായാമം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ കണ്ടിരിക്കാം. 10. സർവാംഗാസനത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന രീതികൾ സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. കൈകൾ, കാലുകൾ, ശരീരം എന്നിവ മൂലമുണ്ടാകുന്ന ആസനങ്ങളുടെ കോണുകൾ വ്യത്യാസപ്പെടാം. ഏതൊരു വിപരീതകരണീയാസനത്തിലും മുകളിലും താഴെയുമുള്ള നിരയിലെ പല്ലുകൾ ഇടിച്ചു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഊന്നിപ്പറയുന്നതിനായി നാലാമത്തെ ചിത്രത്തിൽ നാവ് നീട്ടിയിരിക്കുന്നത് ഞാൻ കാണിച്ചിരിക്കുന്നു. യോഗയുടെ മറ്റൊരു രഹസ്യം നാവ് നീട്ടിയിട്ടുണ്ടെങ്കിൽ ചില അമൃത സിരകൾ ഉണ്ടാകുമെന്നതാണ്. വായ്പീസ് നെഞ്ചിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ബന്ധനം സംഭവിക്കുമ്പോൾ നാസാഗ്രദൃഷ്ടിയും മൂവായിക്കട്ട ഉയർത്തുമ്പോൾ പുരുവമധ്യദൃഷ്ടിയും നിലനിർത്തണം. നാലാമത്തെയും ഏഴാമത്തെയും ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന ആസനത്തിൽ മുകളിൽ പറഞ്ഞതുപോലെ പാദങ്ങൾ തിരുമുന്നത് നല്ലതാണ്.